ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? എനിക്കൊരു ചോറ്റുപാത്രം കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടേതാരുടേതെങ്കിലും ആണോ? എങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടയാളം പറയുകയാണെങ്കിൽ ഇതിന് പുറത്ത് ചെറിയ ഒട്ടലുണ്ട്. ഇത് തുറക്കാൻ പറ്റാതാവുമ്പോൾ ഡെസ്കിൻ്റെയോ ബെഞ്ചിൻ്റെയോ വെക്കുന്നതേ ഇങ്ങനെ അടിച്ചിട്ടുണ്ടായതായിട്ടാണ് എനിക്ക് തോന്നിയത്. ടെലിവിഷനിലെ പാചകഗുരു എന്ന് വിളിക്കുന്ന ഒരാളുടെ ചോറ്റുപാത്ര വ്ളോഗ് കണ്ട് കൊതിയോടുകൂടി തിരിച്ചു നടക്കുമ്പോഴാണ് ഈ തെയ്യത്തിൻ്റെ ഫോട്ടോയിൽ ഇവിടുന്ന് എനിക്കൊരു ചോറ്റുപാത്രം കിട്ടിയത്. അല്ലെങ്കിലും നമ്മളൊന്ന് അതിയായി ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിച്ചാൽ അത് ലഭിക്കുമെന്നല്ലേ, അതുകൊണ്ട് കിട്ടിയതാണ്. തെയ്യത്തിൻ്റെ അടുത്തുനിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ അതൊരു കണ്ണൂരുകാരിയുടേതാവാനാണ് സാധ്യത. പറഞ്ഞു തീരും മുമ്പേ മഞ്ഞയിൽ ചുവന്ന പൂക്കളുള്ള കുട്ടിക്കുപ്പായിട്ട ഒരു 2ാം ക്ലാസ്സുകാരി എൻ്റെ അടുത്ത് വന്ന് അത് അവളുടേതാണെന്ന് പറഞ്ഞു. നിന്റെ നാട്ടുകാർ പുഴുങ്ങലരിയല്ലേ കഴിക്കാറ്, ഇതിലെന്താ പച്ചരി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തലേ ദിവസത്തെ ഒന്നും കഴിക്കാറില്ല, രാവിലെ പെട്ടെന്നുണ്ടാക്കാൻ അമ്മ പച്ചരിയാണ് ഉണ്ടാക്കി തരാറ് അവളുടെ മറുപടി. ഞാൻ ചിരിച്ചുകൊണ്ട്, ഞാനും ഒരിക്കൽ അങ്ങനെയായിരുന്നു. സ്വന്തമായി വെപ്പും കുടിയും തുടങ്ങിയ പിന്നെ ഒരാഴ്ചയിലധികം പഴക്കമുള്ള ഭക്ഷണം വരെ കഴിക്കാറുണ്ട്. ഇതിൽ കണ്ണിമാങ്ങ അച്ചാറൊക്കെ ഉണ്ടല്ലോ. ഈ ചെറിയ കുട്ടി ഇത്ര എരിവുള്ളതൊക്കെ കഴിക്കോ? സ്കൂളിനടുത്തുള്ള കടയിൽ നിന്നും നല്ല പാക്കറ്റ് അച്ചാർ കിട്ടും. 10 വയസ്സോ 25 വയസ്സോ 20 വയസ്സോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അച്ചാർ കിട്ടും. അല്ലെങ്കിൽ ഫ്രണ്ട്സ് വാങ്ങിത്തരും. അത് കഴിക്കാതിരിക്കാൻ അമ്മയുടെ സൂത്രപ്പണിയാണെന്നേ ഇത്. ഓക്കേ, അപ്പൊ ഇനി അടുത്തായിട്ട് എന്തായിരിക്കും അത് പറ. നിന്റേതാണ് ഈ ചോറ്റുപാത്രം എന്ന് എനിക്ക് ഉറപ്പിക്കണല്ലോ. അതിൽ നല്ല ചോന്ന ചീര ഉണ്ടാവും. എനിക്ക് ചീര അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഞാൻ 2ാം ക്ലാസ്സിൽ ഇരുന്നിട്ട് ഒരു ദിവസം തിന്നുമ്പോൾ താഴെ തട്ടിയുടെ അടിയിലൂടെ 3ാം ക്ലാസ്സിലെ ഗോപിയേട്ടൻ്റെ ടിഫിൻ ബോക്സിൽ നല്ല ചുവന്ന ചീര കണ്ടു. അതുകൊണ്ട് ഇനി മുതൽ എനിക്ക് എപ്പോഴും ചുവന്ന ചീര വെക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ പച്ചച്ചീരയാണ് കേട്ടാ. തന്നെയല്ല, ഇത് പരിപ്പിൻ്റെ കൂടെയൊക്കെ വെക്കുന്ന പാലക് ചീരയാണ്. ഓ, നിനക്ക് ചിലപ്പം പരിപ്പും ചീര ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും ഇത് ഉപ്പേരിയാക്കിയിട്ട് വെച്ചത്. ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ നല്ല വെളിച്ചെണ്ണയൊക്കെ നനച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ചീര റെഡിയാക്കിയിട്ട് ഇങ്ങനെ ചോറ്റുപാത്രത്തിൻ്റെ ഒരരികിൽ അതുണ്ട്. ഇനി അടുത്തായിട്ട് എന്തായിരിക്കും? അത് പുളിങ്കറിയോ സാമ്പാറായിരിക്കും ഉറപ്പ്. സാമ്പാറിന് ആദ്യം ഇങ്ങനെ വെണ്ടയ്ക്കയും മറ്റു കഷ്ണങ്ങളും മുറിച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അതിൽ ഇത്തിരി തക്കാളി കൂടി ചേർക്കുക. കറിവേപ്പില കുറച്ച് കഷ്ണത്തിൻ്റെ കൂടി ഇടണം. പിന്നെ ലാസ്റ്റ് വറുത്തിടാനും വേണം. പിന്നെ ഇതാ പരിപ്പ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്, അതൊരു കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ചേർത്തിട്ട് അടുപ്പത്ത് വെക്കാം. ഇത് തേങ്ങ അരക്കാത്ത സാമ്പാറാണ്. കാരണം കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ മിക്കവാറും തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് ഉണ്ടാവുക. നമ്മൾ കണ്ണൂർ കഴിഞ്ഞ് അങ്ങോട്ട് തേങ്ങ അരക്കാത്ത സാമ്പാറാണ് മിക്കവാറും ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഇവിടെ തേങ്ങ അരക്കാത്ത സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിന് കുറച്ച് മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇതെടുത്ത് മാറ്റി വെക്കുക. ഇനി ഒരു ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയിട്ട് ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് മറ്റ് കഷ്ണങ്ങളും ചേർത്തിട്ട് വഴറ്റാം. പിന്നെ പുളി ഇടാൻ മറക്കരുതേ. പുളി ഇപ്പോൾ ഇടണ്ട, അത് വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കണം. പറയാൻ മറന്നുകൊണ്ട് പറഞ്ഞതാണ്. ആദ്യം അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോഴാണ് നല്ലൊരു മണം വരുന്നത്. പിന്നെ മറ്റ് കഷ്ണങ്ങളും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ആ വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറണം. പിന്നെ അതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മധ്യത്തിൽ മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി അതൊക്കെ ഇട്ടാൽ അത് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കണം. കരിയാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വേവിക്കുക. പിന്നെ പരിപ്പ് അതിലേക്ക്, വേവിച്ച് വെച്ച പരിപ്പ് അതിലേക്ക് ചേർക്കണം. ചിലവർ പരിപ്പ് നന്നായിട്ട് ഉടച്ചിട്ടായിരിക്കും ചേർക്കുക. ചിലവർക്ക് ആ ഉടച്ച പരിപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലായിരിക്കും. പ്രത്യേകിച്ചും ഇവിടെയുള്ളവർക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പം ഞാൻ അധികം വേവിക്കാതെ, പരിപ്പ് അധികം ഉടക്കാതെയാണ് ചേർക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് പുളി ഒഴിക്കാം. ആദ്യമേ പുളി ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കഷ്ണം വേവാൻ കുറച്ച് സമയമെടുക്കും. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പും ഇതൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സാമ്പാർ റെഡിയായി. അപ്പോൾ ഒരു സാമ്പാർ കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് എന്തായിരിക്കും? അത് പയറ്റുംവാള് ഉപ്പേരിയായിരിക്കും. അതെന്ത് വാള്? ശരിയാണ്, ആ നീളമുള്ള അച്ചിങ്ങാപ്പയർ എന്നൊക്കെ പറയുന്ന ആ പയറിന് ഇവിടെ പയറ്റുംവാള് എന്ന് പറയാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് ബീൻസാണ്. ആ ബീൻസ് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് അതിലിത്തിരി വെളിച്ചെണ്ണ നനച്ച് കുറച്ച് തേങ്ങയും ഇട്ട് കഴിഞ്ഞാൽ ബീൻസ് ഉപ്പേരി റെഡിയായി. ഇവിടെ ഉപ്പേരി എന്നാണ് പറയുക. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിനെ തോരൻ എന്നൊക്കെ പറയും. പലയിടത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതെന്തായാലും ഇങ്ങനെ ഇതാ ഒരു സൈഡിൽ ഉണ്ടാവും.
കഴിഞ്ഞോ? ഇല്ല, അതിൽ ഇനി ഉരുട്ട് സമ്മന്തി ഉണ്ടാവും. ശരിയാ. കുറച്ച് തേങ്ങ എടുത്ത് അതിൽ ചുട്ട മുളകും കുറച്ച് കുഞ്ഞുള്ളിയും ഇഞ്ചിയും മിക്സിയിലിട്ട് അതിൽ ഇത്തിരി ഉപ്പും പുളിയും ചേർത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നതിനാണ് ഉരുട്ട് സമ്മന്തി അല്ലെങ്കിൽ ഉരുട്ടി ചമ്മന്തി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതൊരു മൂലയിൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിലെന്താ മുട്ട ഓംപ്ലേറ്റ് ഒന്നും ഇല്ലേ? സാധാരണ ഉണ്ടാവാറുണ്ടല്ലോ. അയ്യപ്പന്റെ മണ്ഡലകാലമായതുകൊണ്ട് നോൺ വെജ് ഒന്നും വെക്കാറില്ല, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാവും. അടിച്ചു വെച്ചു ഓർത്തിട്ട് അത് തീർന്നിട്ടൊന്നുമില്ല. അതിൽ നല്ല മോരുണ്ടാവും, നല്ല ഇഞ്ചിയും പച്ചമുളകും ഉപ്പും കറിവേപ്പിലും ഒക്കെ ഇട്ടിട്ട് ഞെരടിയ നല്ല വെള്ളം പോലത്തെ മോരുണ്ടാവും. മോരൊഴിച്ച പുളിങ്കറി ആണെങ്കിലും മോരുണ്ടാവോ? മോരില്ലാണ്ട് എനിക്ക് പറ്റുകയില്ല. എൻ്റെ വീട്ടിൽ എല്ലാവരും അമ്മമാരും എല്ലാവരും മോര് കൂട്ടാറുണ്ട്. മോരില്ലാണ്ട് പറ്റില്ലാത്രേ, വളർത്ത ദോഷം. പിന്നെന്താ പറയാ. അപ്പൊ ഈ ചോറ്റുപാത്രം നിങ്ങളുടെ ആരുടേതെങ്കിലും ആണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഞാൻ ഇത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.